പിന്നെ സാമ്പത്തികത്തിൽ മെയിൻ പറയണത് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. സമ്പത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. അപ്പൊ അതിന് നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും 3 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതെനിക്ക് അനാവശ്യമാണോ, ഇതെനിക്ക് ആവശ്യമാണോ, ഇതെനിക്ക് അത്യാവശ്യമാണോ. ഓക്കെ, ഈ 3 പോയിന്റുകൾ നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് എന്തൊരു സാധനം. അതിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പൊ എന്തായി, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അനാവശ്യമായിട്ട് ചെലവാവില്ല, അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങാം. അതെ അതെ. അപ്പൊ അനീഷിന്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഇപ്പൊ ലാസ്റ്റ് വാങ്ങിയ BMW, ഇത് അനീഷ് ആദ്യം വിശ്വസിച്ചില്ല. അപ്പൊ അനീഷോട് ഞാൻ എന്താ പറഞ്ഞേ, ഒരു വിഷൻ ബോർഡ് തയ്യാറാക്ക്. ആ വിഷൻ ബോർഡിൽ എന്നും ഇതിനെക്കുറിച്ച് കാണണം, ഈ കാറിനെ കുറിച്ച് കാണുന്നു, ഇതിനെക്കുറിച്ച് കേൾക്കുന്നു, ഇത് മാത്രം അല്ലേ. അപ്പൊ അനീഷ് എന്ത് ചെയ്തു, ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നു, അതിൽ ആ BMW കാർ വരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരും ബ്രെയിനിൽ ഒരു RAS സിസ്റ്റം, ഫുൾ ഫോം പറയുക റെക്ടിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം തന്നെ പറയണത്. ഈ സാധനം ഈ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് വയറിങ്ങായി ന്യൂറോൺ കണക്റ്റഡ് ആണ്. ഈ ന്യൂറോൺസ് നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, ഇത് പിടിച്ചെടുക്കുന്നു. ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കാണുന്നു. ഇതിന്റെ ഭാഷ എന്ന് വെച്ചാൽ ഇമേജസ് ആണ്. അപ്പൊ അനീഷിന്റെ സ്വപ്നം BMW. അനീഷ് എന്ത് ചെയ്തു, ഒരു ഷോറൂമിൽ പോകുന്നു, BMW കാണുന്നു, ഓടിച്ചു നോക്കുന്നു. അപ്പൊ എന്തായി, ഇത് അനീഷിന്റെ RAS സിസ്റ്റം പിടിച്ചെടുത്തു. പിന്നെ പുറത്തിറങ്ങിയാൽ എന്താ അനീഷ് സംഭവിച്ചേ, കാണുന്നതൊക്കെ അതേ കാറാണ്, കാണുന്നതൊക്കെ അതേ വൈറ്റ് BMW അല്ലേ, അതേ കാർ കാണില്ല. അപ്പോൾ അനീഷ് ചിന്തിക്കുക, ഇതിന് മാത്രം BMW റോട്ടിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ എന്താണ്, ഇത് മാത്രമേ നമ്മളെ RAS കാണിച്ചിരുന്നു. ഇതേപോലെയാണ് എല്ലാം ജീവിതത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പം നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ അനീഷ് വന്നേക്കെന്ന് വെച്ചാൽ, അനീഷ് ഒരുപാട് ആഗ്രഹങ്ങൾ വേറെ ഉണ്ട്. അതിന്റെ അടുത്ത